എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരിക്കാം. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് MT സാറിൻ്റെ ഏതാണ്ട് 10-12 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ 12 കഥാപാത്രങ്ങൾ. അമൃതം മുതൽ അവസാനം വരെയുള്ള ഈ കോളം അതിനെ ഞാൻ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് MT സാറിൻ്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ MT സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയരും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും അത് മാറിപ്പോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം MT സാറിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷേ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷ് ശിവനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ചിത്രമായ ബറോസ് 3Dയുടെ ഛായാഗ്രാഹകനും അദ്ദേഹം. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഉള്ളത് തീരം. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങളും ഈ മനോരഥം എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു. അത് പ്രേക്ഷകർ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത്. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പഴയ ചിത്രം കാണും. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന് പ്രിയനും സന്തോഷം സാധുസ്കരണം എല്ലാവരും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ 2 ദിവസങ്ങളിൽ ചിത്രങ്ങളെല്ലാം കാണുന്നതാണ്. എന്നാലും ഒരുപാട് സന്തോഷം Z5-ന്, ശരികമയ്ക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക്, ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സോറി, എൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ദുർഗാകൃഷ്ണ ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞുപോയി. അതുപോലെ ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന ഹരീഷ്. പിന്നെ ഈ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളെയൊക്കെ വിട്ടുപോയ മമ്മൂക്കോയ അവരൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം എന്താ പറയണ്ടേ, സ്മരിക്കാൻ പറ്റില്ല അതിനെ. താങ്ക് യു. ഓക്കെ, സോ അപ്പൊ നമ്മൾക്ക് നമ്മളുടെ മധുര ചടങ്ങിലേക്ക് പോവാം.
ഈ ഒരു ചടങ്ങിന് സാന്നിധ്യമാകാൻ നമുക്ക് വേദിയിൽ സ്വാഗതം ചെയ്യാം മേജർ രവി സാറിനെ, along with ആന്റണി പെരുമ്പാവൂർ, സന്തോഷ് ശിവൻ സർ, ജയരാജ് സർ, മഹേഷ് നാരായൺ സർ, എല്ലാവരും കൂടി ചേർന്നാണ് നമ്മൾ മനോരഥങ്ങളാക്കിയത്. സോ ഇവരാണ് ഇത് പൂർത്തിയാക്കിയത്. സുരേഷ് സർ, സുരേഷ് can പ്ലീസ് അദ്ദേഹത്തെയും സാദരം ക്ഷണിക്കാം. ഓക്കെ, എനിക്ക് ലാൽ സാറിനെ കണ്ടുകൂടാ, ബട്ട് സ്റ്റിൽ ഐ റിക്വസ്റ്റ് ലാൽ സർ ടു കൈൻഡ്ലി ഇനീഷ്യേറ്റ് ദ കേക്ക് കട്ടിംഗ്. എന്നിട്ട് ഈ മധുരം എല്ലാവരുമായിട്ട് സ്റ്റേജിലുള്ള എല്ലാവർക്കും മധുരം കിട്ടണം എന്നും കൂടി ഓർമ്മ വരുത്തണം. ഓക്കെ, Lal sir, thank you so much, the entire team, technicians, everybody. Yeah, please take back your seat. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിലേക്ക് പോകാം. Okay. ഈ ഒരു വേദിയിൽ വന്ന് വേദി ധന്യമാക്കിയ എല്ലാവരോടും വീണ്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു സന്തോഷത്തിന് നമ്മൾ പങ്കുചേർന്നെങ്കിലും ഒരുപാട് കാത്തിരിപ്പിന്റെയും ഒരുപാട് നമ്മളുടെ